നമ്മൾ ഏറെക്കുറെ കാത്തിരുന്ന നമ്മുടെ കേറ്ററ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. നമ്മൾ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മുടെ കഴിഞ്ഞ ഓഗസ്റ്റ് നടന്ന പരീക്ഷയുടെ റിസൾട്ട് വന്നു. അതിനുശേഷം ഉടനെ തന്നെ വെരിഫിക്കേഷനുള്ള ഡേറ്റ് വന്നു. ഇന്ന് 6 മണിയായപ്പം 5:30 കൂടി പുതിയ നോട്ടിഫിക്കേഷൻ വന്നു. ഡിസംബർ 2025 കേറ്ററ്റ് നോട്ടിഫിക്കേഷൻ വന്നു. പരീക്ഷ വരുന്നത് ഫെബ്രുവരിയിലാണ്. അപ്പം ഇനി നമുക്കറിയാം 2025 ഡിസംബറിൽ വെച്ചുകൊണ്ടാണ് ഈ പരീക്ഷ അറിയപ്പെടുന്നത്. പക്ഷേ പരീക്ഷ നടക്കുന്നത് ഫെബ്രുവരി മാസത്തിലാണ്. നേരത്തെ തന്നെ പല യോഗങ്ങളിലും പറഞ്ഞിരുന്നു ഫെബ്രുവരി പരീക്ഷയുണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ നോട്ടിഫിക്കേഷൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നോട്ടിഫിക്കേഷൻ ഇപ്പം വന്നു. ഇതിൻ്റെ വിജ്ഞാപനത്തിൽ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. നിങ്ങൾ പ്രത്യേകമായിട്ടും ചില കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കാണുന്ന ഒരു കാര്യം കണ്ടോ, ഈ കിടക്കുന്ന കാര്യം കണ്ടോ, ഈ കാര്യങ്ങൾ ഇപ്പോൾ വാലിഡ് അല്ല കേട്ടോ. ഈ കിടക്കുന്ന കാര്യം പണ്ട് തൊട്ടേ ഉള്ള ഈ അവരയക്കുന്ന ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുന്നത്, ഈ വിജ്ഞാപനം ഉണ്ടല്ലോ, ആ വിജ്ഞാപനത്തിൽ ഇവരാകെ ചെയ്യുന്നത് ഈ ഡേറ്റ് മാറ്റും, മേളിലുള്ള വർഷം മാറ്റും, അതിൻ്റെ ഇയർ മാറ്റും, ഇത്രേ മാറ്റാറുള്ളൂ. ബാക്കി ഈ കാര്യങ്ങളൊക്കെ അതേപടിയാണ് കൊടുക്കുന്നത്. അപ്പം കുറച്ച് പേര് എന്നോട് വിളിച്ച് ചോദിച്ചു, സാർ ഈ CTET പാസ്സായാൽ കേറ്ററ്റ് കാറ്റഗറി 1-നും 2-നും ഒക്കെ തത്തുല്യമല്ലെന്ന് ചോദിച്ചു. പക്ഷേ ഇപ്പോഴത്തെ നിയമം വെച്ചുകൊണ്ട് തത്തുല്യമല്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ നെറ്റ്, സെറ്റ്, MPhil, MPed ഒക്കെ ഉള്ളവർക്ക് ഈ പറഞ്ഞ 1 തൊട്ട് 4 വരെ ഉള്ളതെന്നൊക്കെ ഒഴിവാക്കുമെന്ന് പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കറിയാമല്ലോ, നിയമമെല്ലാം മാറി, ഈ ഒരു സാധനം നിലവിലില്ല കേട്ടോ. അതുകൊണ്ട് ആരും ഇത് പ്രകാരം നോക്കിയിരിക്കൽ. ഓരോ കാറ്റഗറി പഠിപ്പിക്കുന്നതിന് അതിനായിട്ടുള്ള യോഗ്യത വേണം. എന്ന് പറഞ്ഞാൽ കാറ്റഗറി 1 ആണെങ്കിൽ 1 തൊട്ട് 4 വരെ, കാറ്റഗറി 2 ആണെങ്കിൽ 5, 6, 7 UP ക്ലാസ്സുകളിൽ, പിന്നെ കാറ്റഗറി 3 ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ, പിന്നെ കാറ്റഗറി 4 ആണെങ്കിൽ സ്പെഷ്യൽ കാറ്റഗറി. നിങ്ങൾ എവിടെയാണാവോ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന തലം, ആ തലത്തിൽ നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള ക്വാളിഫിക്കേഷൻ നേടിയേ മതിയാവൂ എന്നാണ് ഇപ്പം പറയുന്നത്. അപ്പം അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യത നിങ്ങൾ നേടുവാനായിട്ട് നോക്കുക കേട്ടോ. ഈ പറയുന്നത് ശരിയല്ല കേട്ടോ. ഇനി കാറ്റഗറി 1, 2 എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചവരെ LP UP അധ്യാപനത്തിന് പരിഗണിക്കാവുന്നതാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കാറ്റഗറി 1 ഉള്ളവരെ 1 തൊട്ട് 4 വരെയും, കാറ്റഗറി 2 ഉള്ളവരെ 5 തൊട്ട് 7 വരെയും ഉള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ നിയമിക്കുന്നത് കേട്ടോ. ഹൈസ്കൂൾ 8, 9, 10 കാറ്റഗറി 3 വേണം. കാറ്റഗറി 4 സ്പെഷ്യലാണ്. നമ്മുടെ ടൈലറിങ്ങും സ്വീയിങ്ങും ഒക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ താഴെയുള്ള ഡേറ്റിലേക്ക് നോക്കാം. ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമ്മൾ ഓർമ്മിച്ചിരിക്കേണ്ട ദിവസങ്ങൾ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി എന്നാണ്? 22/12/2025. അതെന്നാ 22/12/2025 എന്നാ? ഇന്നാ. അതായത് ഇന്ന് 5:30 നോട്ടിഫിക്കേഷൻ വന്നു. ഇന്ന് തൊട്ട് എന്ത് തുടങ്ങി? ഇതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് സൈറ്റിൽ കയറിയാൽ ഞാൻ കാണിക്കാം. ഇതിന് ശേഷം കാണിച്ചു തരാം സൈറ്റിൽ കയറി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. എന്തെങ്കിലും പ്രശ്നത്താൽ ചെയ്യാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ, മൈക്ക് ഓഫ് ചെയ്യണേ, ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ അയച്ചു തന്നാൽ മതി, നമ്മൾ ചെയ്തു തരാം. അതിലൊന്നും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഓൺലൈൻ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കുന്നതിനുള്ള അവസാന തീയതി 30/12/2025. അതായത് ഈ ഡിസംബർ മാസം അടുത്ത ചൊവ്വാഴ്ച കേട്ടോ. അടുത്ത ചൊവ്വയാണ് ലാസ്റ്റ് ഡേ പറയുന്നത് കേട്ടോ. അടുത്ത ചൊവ്വാഴ്ചയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേ പറയുന്നത്. ഓക്കെ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം, ഓൺലൈൻ പ്രിൻ്റ് എടുക്കേണ്ട ദിവസമാണ്. പ്രിൻ്റ് എടുക്കേണ്ട അവസാന തീയതി പറയുന്നുണ്ട്. അത് 30/12/2025. അതും അടുത്ത ചൊവ്വാഴ്ച തന്നെ കേട്ടോ. അടുത്ത ചൊവ്വാഴ്ചയാണ് ഇത് ചെയ്യേണ്ടത്. ഇനി വെബ്സൈറ്റിൽ നിന്ന് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത് 11/2/2026. അതായത് ഫെബ്രുവരി മാസം 11-ാം തീയതി ബുധനാഴ്ചയാണ് ഇതിൻ്റെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് വരുന്നത്. ഇനി പരീക്ഷ നടക്കുന്ന സമയം എന്ന് പറയുന്നത് കാറ്റഗറി 1 21-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 തൊട്ട് 12 വരെയും, കാറ്റഗറി 2 21-ാം തീയതി തന്നെ ഉച്ച കഴിഞ്ഞ് 2 തൊട്ട് 4 വരെയുള്ള സമയത്തായിരിക്കും നടക്കുന്നത്. കാറ്റഗറി 3 and 4 തിങ്കളാഴ്ച വർക്കിംഗ് ഡേ ആണ്. 23-ാം തീയതി 10 തൊട്ട് 12 വരെയും 2 തൊട്ട് 4 വരെയുള്ള സമയത്തായിരിക്കും നടക്കുക. ഇനിയും രജിസ്ട്രേഷൻ പോർട്ടലിലേക്ക് വന്നാൽ ഇന്ന് മുതൽ നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് സ്വന്തമായിട്ട് ചെയ്യുന്നവരോട് ശ്രദ്ധിക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് നമ്മുടെ ക്രോമിലോ മോസില്ല ഫയർഫോക്സിലോ കയറുക, കേറ്ററ്റ് 2025 അടിക്കുക. നമ്മുടെ പരീക്ഷാ ഭവൻ്റെ സൈറ്റ് കിട്ടുക. അതിലേക്ക് നേരെ കയറിയാൽ 2025 നോട്ടിഫിക്കേഷൻ ഡിസംബർ ഡൗൺലോഡും രജിസ്ട്രേഷൻ കാണാൻ പറ്റും. ഡൗൺലോഡ്സിൽ പോയാൽ നമ്മളിപ്പോൾ കണ്ട പ്രോസ്പെക്ടസ് അല്ലെങ്കിൽ ആ വിജ്ഞാപനം നമുക്കവിടെ കാണാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ടത് രജിസ്ട്രേഷനാണ്. രജിസ്ട്രേഷൻ ഇവിടെ കാണാൻ പറ്റും. ന്യൂ രജിസ്ട്രേഷൻ എന്ന് കാണാൻ പറ്റും. ഉണ്ടോ? ന്യൂ രജിസ്ട്രേഷൻ. ഇവിടെ സിലബസ് ഒക്കെ കിടപ്പുണ്ട്, ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഈ സിലബസ് ഒക്കെ 2012 ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഉണ്ടോ? 2012 സിലബസാണ്.
സോ ഈ സിലബസ് നോക്കി പഠിക്കാൻ നിൽക്കില്ല, ഇതൊന്നും അല്ല കേട്ടോ ഇപ്പോൾ നമ്മളോട് ചോദിക്കുന്നത്. ഇഷ്ടം പോലെ കാര്യങ്ങൾ വേറെ ചോദിക്കുന്നുണ്ട്, ഇതല്ല സിലബസ്, ഇത് വെച്ച് മാത്രം പഠിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ് ഈ സിലബസിലല്ല ക്വസ്റ്റ്യൻസ് വരുന്നത്, പുതിയ പാഠഭാഗവും പുതിയ മോഡലുമാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ നോട്ടിഫിക്കേഷൻ നമ്മൾ നന്നായി വായിച്ചു. അതുപോലെ തന്നെ ഓൺലൈൻ സബ്മിഷനുള്ള എല്ലാ രീതികളും നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഫോട്ടോ JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിൽ 150x200 പിക്സലിൽ 20-30 KB ഇടയിലാണ് ഞങ്ങളുടെ ഫോട്ടോ എന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ടു ന്യൂ രജിസ്ട്രേഷൻ കൊടുത്താൽ മതി, പുതിയ പേജ് നമുക്ക് ഓപ്പൺ ആവും കേട്ടോ. അപ്പോൾ ഇവിടെ ടീച്ചർമാരായിരിക്കുന്നവർ, അതായത് ഇപ്പോൾ സർവീസിൽ ടീച്ചർമാരായിരിക്കുന്നവർ ഇവിടെ വെദർ യു എംപ്ലോയിഡ് ആസ് എ ടീച്ചറിൻ്റെ അകത്ത് യെസ് കൊടുക്കണം. യെസ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ പെൻ നമ്പറും സ്കൂൾ ടൈപ്പും എയ്ഡഡ് ആണോ അൺഎയ്ഡഡ് ആണോ ഗവൺമെൻറ് ആണോ എന്നൊക്കെ ചോദിക്കും. ഡേറ്റ് ഓഫ് ജോയിനിങ്ങിനും ഏത് സ്കൂളാണെന്നും ചോദിക്കും. അതിനുശേഷം താഴെ ഏത് കാറ്റഗറിയാണ് എഴുതുന്നത്, ഒന്നിലധികം കാറ്റഗറി എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യണം, എല്ലാ കാറ്റഗറി ഇപ്പോൾ 1, 2 നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ 1, 2 ഒരുമിച്ച് ടിക്ക് ചെയ്തിട്ട് വേണം അപ്ലൈ. അല്ലാതെ 1-ന് വേറെ ആപ്ലിക്കേഷൻ 2-ന് വേറെ ആപ്ലിക്കേഷൻ അല്ല, എല്ലാത്തിനും എല്ലാ കാറ്റഗറി കൂടി ഒറ്റ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്താൽ മതി. നമുക്ക് ഹാൾ ടിക്കറ്റ് പലതായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ കാറ്റഗറി 3-ഉം 2-ഉം എഴുതുന്നവരാണെങ്കിൽ ഇവിടെ കാറ്റഗറി 2-ഉം 3-ഉം ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ വരുന്ന ഡേറ്റകളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. താഴോട്ടുള്ള കുറേ ഡേറ്റകൾ ചോദിക്കുന്നുണ്ട്, ആ ഡേറ്റകളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഫോട്ടോ കയറ്റുക, സേവ് കൊടുക്കുക. പിന്നെ ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ, ഇൻഗ്ലീഷ് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുകയാണെങ്കിൽ ഈ പറഞ്ഞ റെഡ് മാർക്കുകൾ കണ്ടോ, ഈ പറഞ്ഞ സ്റ്റാർ ഇട്ടതൊക്കെ തെറ്റിക്കാതെ അടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടോ ഈ കണ്ട സ്റ്റാർ ഇട്ട സാധനങ്ങൾ കണ്ടോ, ഈ സ്റ്റാർ ഇട്ട സാധനങ്ങൾ പ്രത്യേകിച്ച് തെറ്റിക്കാതെ അടിക്കാൻ ശ്രദ്ധിക്കുക. തെറ്റുകൾ വന്നാൽ അവർ തിരുത്താനായിട്ട് നമ്മുടെ പേരിനും അതുപോലെ തന്നെ നമ്മുടെ വെച്ച സെൻറ്റർ അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ അവർ തിരുത്താൻ അനുവദിക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ പഠിച്ച കോളേജിൻ്റെ അകത്തോ രജിസ്റ്റർ നമ്പറിനകത്തോ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താൻ പിന്നീട് അനുവദിക്കത്തില്ല. ഇൻ കേസ് നിങ്ങൾ അനുവാദം അല്ലെങ്കിൽ നിങ്ങൾ അടിച്ചത് തെറ്റാണ്, നിങ്ങൾക്ക് കേറ്റിട്ട് കിട്ടി എന്ന് വിചാരിക്കുക. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന അടുത്ത പണി എന്നാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഒറിജിനൽ കാണിക്കാൻ പറയും. ഒറിജിനൽ കാണിക്കാൻ പറയുമ്പോൾ ഇതും അതുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഒക്കാതെ വരും, രജിസ്റ്റർ നമ്പറിലൊക്കെ തെറ്റ് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പരീക്ഷാ ഭവന് 100 രൂപ ചെല്ലാൻ ഫൈൻ അടച്ച് ഒറിജിനലാണെന്ന് നമ്മൾ സർട്ടിഫിക്കറ്റ് തെളിയിക്കണം. ഇതിനൊക്കെ 4-5 മാസം കാലാവധി എടുക്കും. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പരിപാടിക്ക് പോകാതിരിക്കുക. ഓരോന്നും ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് നോക്കുക. കഫേയിലൊക്കെ പോയി ചെയ്യുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് അവരുടെ മുന്നിൽ ഇരുന്ന് തന്നെ ചെയ്യാനായിട്ട് പ്രത്യേകം നോക്കുക. ഇല്ല അതിൻ്റെ പുറകെ ഈ പരീക്ഷയുടെ സമയത്ത് പോയി എന്താണ് ഈ പറഞ്ഞ പോലെ നമ്മൾ കൂടുതൽ ടെൻഷൻ ആവാതിരിക്കാണ്ട് ഹാൾ ടിക്കറ്റ് പോലും ഡൗൺലോഡ് ചെയ്ത് കിട്ടാത്ത അവസ്ഥ നിങ്ങൾക്ക് വരും കേട്ടോ. പിന്നെ ഫോട്ടോ കയറ്റുമ്പോൾ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം, 20-30 KB ഇടയിലായിരിക്കണം. അതുപോലെ തന്നെ JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിലായിരിക്കണം, 200-150 പിക്സലിലായിരിക്കണം. അതൊക്കെ കടക്കാരോട് പറഞ്ഞാൽ അവരതാക്കി തരും കേട്ടോ, നിങ്ങളതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. പിന്നെ ബാക്കി നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ, 10ലെ സർട്ടിഫിക്കറ്റുകൾ, +2ൻ്റെ സർട്ടിഫിക്കറ്റുകൾ, TTC അല്ലെങ്കിൽ BEd പഠിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ, പിന്നെ ID കാർഡ്, ഒറിജിനൽ ID കാർഡ് എന്നിവ കൊണ്ടുപോകണം. ഇതിൽ വെക്കുന്ന ID കാർഡ് ആയിരിക്കണം നിങ്ങൾ പരീക്ഷാ ഹാളിൽ കയറുമ്പോഴും കൊണ്ടുപോകേണ്ട ID കാർഡ്. അവിടെ ഒരു വെരിഫിക്കേഷൻ കാണും, സോ ഈ ID കാർഡ് തന്നെ ആയിരിക്കണം അവിടെയും കൊണ്ടുപോകേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മൊബൈൽ നമ്പറും ഇമെയിൽ ID ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ മൊബൈൽ നമ്പറോട്ടായിരിക്കും OTP വരുന്നത്. അതുകൊണ്ട് വേറെ ആളുടെ മൊബൈൽ നമ്പർ വെക്കാതെ നിങ്ങളുടെ തന്നെ മൊബൈൽ നമ്പർ വെക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ് ഈ നോട്ടിഫിക്കേഷനെ പറ്റി പറയാനായിട്ടുള്ളത്. ഇനിയും ഈ അപേക്ഷിക്കാനോ എന്തെങ്കിലും പ്രശ്നമോ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ നമുക്ക് അയച്ചു തന്നാൽ മതി. ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം, ഇന്ന് വൈകിട്ട് തന്നെ ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും. ആ നമ്പറിലേക്ക് നിങ്ങളുടെ ഡേറ്റ അയച്ചു കൊടുക്കുക. നമ്മൾ ക്ലാസ് എടുക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഇതുപോലെ നിങ്ങൾ മീറ്റിനകത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് വിളിക്കും, നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യും. നിങ്ങൾക്ക് അവിടെ വെരിഫൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്കത് കൺഫേം ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരും കേട്ടോ. അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ആ പരിപാടി നമ്മൾ ചെയ്തു കൊടുക്കും. ഒന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇൻ കേസ് എന്തെങ്കിലും തെറ്റ് വന്നെങ്കിൽ സ്ക്രീനിൽ നിങ്ങൾ നോക്കുക, നമ്മളോട് തെറ്റ് പറഞ്ഞു തന്നാൽ മതി, നമ്മളതനുസരിച്ച് മാറ്റി കൺഫർമേഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ കാര്യം ക്ലിയർ ആയല്ലോ? ഡൗട്ടുണ്ടോ എന്തെങ്കിലും ഉണ്ടോ? ആപ്ലിക്കേഷൻ ഇന്ന് തൊട്ട് ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ 30-ാം തീയതി വരെ സമയമുണ്ടല്ലോ. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 29-ാം തീയതി നമുക്ക് ഓടിച്ചെന്ന് ചെയ്യാമെന്ന് വിചാരിക്കില്ല. നിങ്ങൾ എഴുതി വെച്ചോ, 28-ാം തീയതി തൊട്ട് സൈറ്റ് ഹാങ് ആയിരിക്കും കേട്ടോ. എപ്പോഴും ഉള്ളതാണ്. 28-ാം തീയതി ഒരു ദിവസം അല്ലെങ്കിൽ 29-ാം തീയതി സാധനത്തിനകത്ത് ഒന്നെങ്കിൽ പേയ്മെൻറ്റ് നടക്കത്തില്ല, അല്ലെങ്കിൽ ഫോട്ടോ കയറത്തില്ല, അല്ലെങ്കിൽ ഡേറ്റ എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ വരും. ഈ സൈറ്റ് പോലും കിട്ടാതെ വരും. പിന്നെ അവർ 5 ദിവസം വീണ്ടും നീട്ടും. അതിൻ്റെ അകത്ത് ഇതേ ജാം പ്രശ്നം നമ്മൾ അനുഭവിക്കും. അതുകൊണ്ട് തന്നെ
ഈ ഒരു 22, 23, 24, 25, 26 തീയതികളിൽ ചെയ്ത് തീർക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ പ്രത്യേകം ചെയ്യുക, അല്ലെങ്കിൽ പേയ്മെൻറ്റിൻ്റെയൊക്കെ സൈറ്റ് ഡിലേ ആയി കഴിഞ്ഞാൽ ഇത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവാതെ വരും. പിന്നെ ഈ പേയ്മെൻറ്റൊക്കെ പോകാൻ നമ്മൾ രാത്രിയും വെളുപ്പാങ്കാലത്തും ഒക്കെ കയറിയിരുന്ന് പേയ്മെൻറ്റ് നടത്തേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് പോകാതിരിക്കുക. സൈറ്റ് അവസാനം ജാമാകും കേട്ടോ. അത് 100% ഉറപ്പാണ്. എല്ലാ പെട്രോളും ജാമാകുന്ന കേട്ടോ. ഇത്രയും പേര് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ടുള്ളതാണ്, അവധിയാണ്. സോ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ എത്ര നേരത്തെ കൊടുക്കാനായിട്ട് നോക്കുക. ഡേറ്റകളെല്ലാം എടുത്ത് വെക്കുക, കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കയറ്റുക. നമ്മൾ തിരുത്തിൽ വന്നാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ 5-6 മാസം വീണ്ടും വെയിറ്റ് ചെയ്യേണ്ട വരും സർട്ടിഫിക്കറ്റ് നമ്മുടെ കിട്ടാനായിട്ട്. സോ നമുക്ക് ആ ഒരു കാലയളവ് നേരിടാതിരിക്കാനാണ് പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് തന്നെ ഡേറ്റ എൻ്റർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയും നോട്ടിഫിക്കേഷൻ വന്നു, നമുക്കിനി പഠിക്കാൻ എത്ര ദിവസം ബാക്കിയുണ്ട് കേൾക്കട്ടെ. ഇന്ന് 22-ാം തീയതിയാണ്. ഇനി എത്ര ദിവസം ബാക്കിയുണ്ട് പരീക്ഷയ്ക്ക്? 21-നാണ് പരീക്ഷ. ഇനി എത്ര ദിവസം ബാക്കിയുണ്ട്? എത്ര ദിവസം ബാക്കിയുണ്ട് ഇനി പരീക്ഷയ്ക്ക്? കൂട്ടി നോക്കിയായിരുന്നോ? ആരും മിണ്ടുന്നില്ലേ? എല്ലാവരും ഇറങ്ങിപ്പോയോ? കൂട്ടി നോക്കിയോ? എത്ര ദിവസമുണ്ട് ഇനി പരീക്ഷയ്ക്ക്? 60 ഓക്കെ, ഏകദേശം 60 ദിവസത്തിനടുത്തേ ഉള്ളൂ. ജനുവരി 31 ദിവസം, ഇനി 22 31 ഏകദേശം ഒരു 9 ദിവസം, പിന്നെ പോയിട്ട് ഫെബ്രുവരിയിലെ 21 ദിവസം അല്ലേ. അപ്പം 30, 10, 40, 20, 60 ദിവസം അടുത്ത് കഷ്ടിച്ചേ ഉള്ളൂ, ശരിയല്ലേ? അപ്പോൾ നമുക്ക് എത്ര വിഷയം പഠിക്കാനുണ്ട് കേൾക്കട്ടെ? 5 വിഷയം പഠിക്കാനുണ്ട് ഇല്ലേ, എങ്ങനെ കളിച്ചാലും. സൈക്കോളജി, ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, അതുപോലെ തന്നെ ഈ EVS സയൻസ് അല്ലേ. സോഷ്യലാണെങ്കിൽ സോഷ്യൽ തന്നെ കടല പോലെ പഠിക്കാനായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറകെ ഫിലോസഫി, കമ്പ്യൂട്ടർ, ഇതൊന്നും നമ്മൾ എടുത്തില്ല കേട്ടോ. കമ്പ്യൂട്ടറൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഒരു 2 ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറിൽ നിന്ന് വരും കേട്ടോ, ഇതിൽ നിന്നല്ല. അപ്പോൾ ഒരു സബ്ജക്റ്റ് എടുക്കാനായിട്ട് നിങ്ങൾ ഏകദേശം എത്ര ദിവസമുണ്ട്? 12 ദിവസം കഷ്ടിച്ചുണ്ട്, ശരിയല്ലേ, ഒരു ദിവസം കവർ ചെയ്യാനായിട്ട്. അപ്പം ആലോചിച്ച് നോക്കുക, അവധിയാണ് വരുന്നത് നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്നത്. അപ്പോൾ മാക്സിമം സമയം വിനിയോഗിക്കണം. ക്ലാസ്സുകളൊക്കെ കണ്ടു തീർക്കാനുള്ളവർ കണ്ടു തീർക്കണം. പരീക്ഷ അറ്റൻഡ് ചെയ്യാതെ ആദ്യം തൊട്ടുള്ള ലിങ്ക് ഓപ്പണാണ്. പരീക്ഷയുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം കേട്ടോ. നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ലെവൽ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ലെവൽ ഞാൻ മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞത് നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്ന് കേട്ടോ. അപ്പോൾ അറ്റൻഡ് ചെയ്യുക, ശേഷം വരേണ്ട മാറ്റങ്ങൾ വരുത്തുക. നമ്മൾ ഇനിയും വെക്കേഷൻ സമയത്ത് നമുക്ക് ക്ലാസ്സുകൾ കാണും. ഗ്രൂപ്പിൽ അത് നേരത്തെ തന്നെ അറിയിക്കും. വരുന്ന 2 ദിവസം ക്രിസ്മസിൻ്റെ തലേന്ന് വരെ തിരക്കുകളുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ കാണത്തില്ല, അപ്പോൾ റെക്കോർഡ് ക്ലാസ്സുകൾ വരും കേട്ടോ. അവർക്ക് ടെൻഷൻ എടുക്കുക. പക്ഷേ ക്രിസ്മസിന് അന്ന് കാണത്തില്ല. 24, 25 റെക്കോർഡ് ക്ലാസ് കാണത്തില്ല. 2 ദിവസം ഓഫ് തരാം. ബാക്കി നാളെയും വെള്ളിയാഴ്ചയും എല്ലാം റെക്കോർഡ് ക്ലാസ് കാണും കേട്ടോ. കൂടാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മൾ പതുക്കെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങും, അല്ലെങ്കിൽ തീരത്തില്ല കേട്ടോ. നമുക്കിനി 60 ദിവസമേ ഉള്ളൂ. സോ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും തുടങ്ങി വെക്കും. അതും നിർബന്ധമായിട്ടും കാണണം. എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ കഴിഞ്ഞ പരീക്ഷ തൊട്ട് പുറകോട്ട് ഒരു 5-8 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് തന്നെ നമ്മൾ ചെയ്യും. ആ ചെയ്യുന്നതിൽ നിങ്ങൾ നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം. കാരണം അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ. ജയിക്കാനുള്ളത് അവിടുന്ന് തന്നെ കിട്ടും. അതുകൊണ്ട് തന്നെ ഇന്ന് തൊട്ടെങ്കിലും നിങ്ങൾ സീരിയസ് ആയിട്ടൊന്ന് പഠിച്ചു തുടങ്ങുക. ഇനി നിങ്ങൾക്ക് എന്നോട് ചിലർ പറഞ്ഞു, സാറേ ഈ വിഷയം ഭയങ്കര പാടാണ്, ആ വിഷയം ഭയങ്കര പാടാണ്. ഓക്കെ, സമ്മതിച്ചു. നിങ്ങൾ ആ വിഷയം ഒരു മിനിമത്തിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ടത് ഒരു 3 വിഷയം നിങ്ങൾക്ക് മെയിനായിട്ട് എടുക്കണം. ഏതെങ്കിലും ഒരു 3 വിഷയം. ഈ 5 വിഷയം ഇല്ലേ, 5 വിഷയത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു 3 വിഷയം നിങ്ങൾ എടുത്തേ പറ്റത്തുള്ളൂ. ആ 3 വിഷയത്തിനും നിങ്ങൾ 25 മാർക്ക് വെച്ച് വാങ്ങിക്കുക. 3 വിഷയത്തിനും 25 മാർക്ക് വീതം വാങ്ങിക്കാനായിട്ട് നോക്കുക. അപ്പോൾ 3 വിഷയം നമുക്ക് ഏകദേശമൊക്കെ എല്ലാവർക്കും മിക്കവർക്കും എളുപ്പമുള്ള വിഷയങ്ങളൊക്കെ കാണും അവരുടേതായിട്ടുള്ള രീതിയിൽ. ആ 3 വിഷയം നിങ്ങൾ പഠിക്കുക. അതിന് 25 മാർക്ക് നിങ്ങൾ ഉറപ്പാക്കുക. ഉറപ്പാക്കിയതിന് ശേഷം 3 വിഷയത്തിൽ നമുക്ക് 25, 3, 75 മാർക്ക് നമുക്ക് കിട്ടും. പിന്നെ പോയിട്ട് ജയിക്കാൻ എത്ര മാർക്ക് മതി? 15 മാർക്ക് മതി. പോയിട്ട് നമ്മുടെ എത്ര ക്വസ്റ്റ്യൻ ബാക്കി കിടപ്പുണ്ട്? 60 ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റി വെച്ച് നോക്കിയാൽ കറക്കി കുത്തിയാൽ നിങ്ങൾ ജയിക്കും കേട്ടോ. അതായത് നിങ്ങൾ ബാക്കി 2 സബ്ജക്റ്റ് പഠിച്ചില്ലെങ്കിലും കറക്കി കുത്തിയാൽ നിങ്ങൾ ജയിക്കും. അതാണ് ട്രിക്ക് കേട്ടോ. അതാണ് നമ്മൾ പറയുന്ന കാര്യം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 വിഷയം നിങ്ങൾ പഠിക്കുക. കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുക 3 വിഷയം. എല്ലാ വിഷയവും പഠിക്കാനായിട്ട് മാത്സ് ചിലർക്ക് പാട് കാണും, സയൻസ് പാട് കാണും, ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ പാടുള്ളവർ കാണും, മലയാളം നമ്മൾ എളുപ്പമാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്കത് പാട് പോലെ തോന്നും. സൈക്കോളജി തിയറികളൊക്കെ മറന്നു പോകുന്ന അവസ്ഥ. അങ്ങനെയുള്ളപ്പം
ഇഷ്ടമുള്ള 3 വിഷയം നിങ്ങൾ എടുക്കണം. ഇന്ന് തന്നെ നിങ്ങൾ തീരുമാനിക്കണം, എനിക്ക് ഇതിനകത്ത് ഏതൊക്കെ വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റും, എനിക്ക് ഏതൊക്കെ വിഷയം അതിനകത്ത് 25-ന് മേളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് ഇന്ന് തന്നെ തീരുമാനിക്കുക. എന്നിട്ട് ആ വിഷയങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക കേട്ടോ. ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്രമാത്രം അതിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതനുസരിച്ച് ആ 25-ന് മുകളിലേക്ക് സ്കോർ ചെയ്യാണ്ട് നിങ്ങൾ പ്രത്യേകം നോക്കുക. നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. നല്ലപോലെ പഠിച്ച 25-ന് മേളിൽ 28, 29 കിട്ടിയ കുട്ടികളുണ്ട് നല്ലപോലെ ഇരുന്ന് പഠിച്ചിട്ട്. അപ്പം നമുക്ക് ബാക്കിയുള്ള അതിനകത്ത് പോസിറ്റീവാണ് കിട്ടുന്നത്. അപ്പം ബാക്കിയുള്ള 2 വിഷയം നിങ്ങൾ സാവധാനമൊക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ കേൾക്കുന്നതൊക്കെ മാത്രം കേട്ടാൽ മതി. അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം കുറേയൊക്കെ എളുപ്പമുള്ള അതിനകത്ത് കാണും. പെഡഗോഗി പാട്ടൊക്കെ എളുപ്പമുള്ള കാണും. ബാക്കി നിങ്ങൾ ചുമ്മാ കറപ്പിച്ച് കൊടുത്താലും കറപ്പിക്കേണ്ട രീതിയൊക്കെ നമ്മൾ പരീക്ഷിക്കുമെന്ന് പറഞ്ഞു തരാം കേട്ടോ. ചുമ്മാ കറപ്പിച്ചാൽ പോലും നിങ്ങൾ ജയിക്കും. കാരണം പ്രോബബിലിറ്റി വെച്ച് നോക്കിയാൽ 4 ശരിയാവും അല്ലേ. അപ്പോൾ 60-ൽ നമുക്ക് 20 ശരിയാനുള്ള ചാൻസ് ഉണ്ട്. എങ്ങനെ കളിച്ചാലും പ്രോബബിലിറ്റിയാണ് പറയുന്നത്, കണക്കാണ് പറയുന്നത്. അപ്പോൾ 20 ഉറപ്പായിട്ട് ശരിയാവും. നമുക്ക് 15 മാർക്ക് മതി, 20 മാർക്ക് നമുക്ക് കിട്ടും കേട്ടോ. 75 മാർക്ക് ആയില്ലേ 3 വിഷയത്തിൽ നിന്ന്. പിന്നെ പോയിട്ട് ഒരു 20 മാർക്ക് കൂടി കിട്ടുമ്പം 95 കിട്ടത്തില്ല, നമുക്ക് 90 മതി. അവിടെ 15 മാർക്ക് മതി. അപ്പോൾ നിങ്ങൾക്ക് ജയിക്കാനുള്ളത് അവിടെ നിന്ന് കിട്ടും കേട്ടോ. ഈ തിയറി വർക്കിങ്ങാണ്, 100% ഉറപ്പാണ്. സോ നിങ്ങൾ 3 വിഷയം ഫോക്കസ് ചെയ്ത് പഠിക്കുക. എല്ലാ വിഷയത്തിലും നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിൽക്കാതിരിക്കുക. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു വിഷയത്തിൻ്റെ ഇന്ന പാർട്ട് പാടാന്ന് വിചാരിക്കുക, മനസ്സിലായി. ഇപ്പോൾ ഒരു വിഷയത്തിൻ്റെ ഇപ്പോൾ നമ്മൾ തിയറികൾ പഠിക്കുമ്പോൾ ഇപ്പോൾ സൈക്കോളജിയുടെ കാര്യം എടുക്കുക, എല്ലാവർക്കും അറിയാമെന്നല്ലേ. സൈക്കോളജിയുടെ കാര്യം എടുക്കുക, നമ്മളിപ്പോൾ വ്യവഹാര ഭാഗത്തിലെ തോണ്ടേക്കിൻ്റെ പഠന സിദ്ധാന്തം നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഗസ്റ്റാൾട്ടിസം പഠിക്കാൻ പറ്റുന്നില്ലെന്ന് വിചാരിക്കുക. പറ്റുന്നില്ലെങ്കിൽ ആ ഒരു ഭാഗത്തെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശ ധാരണ വെക്കുക, ഇതെനിക്ക് പഠിച്ചേ മതിയാക്കൂ എന്നുള്ള വാശി ഒഴിവാക്കാനാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ വാശി പിടിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ സമയം അവിടെ പോവുകയാണ് ചെയ്യുന്നത്, ബാക്കി അത് കവർ ചെയ്യാനുള്ള പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചേക്കുക, ആ ഒരു പാർട്ടിൽ നിന്ന് കൂടി ഇപ്പോൾ ഒരു ചോദ്യമേ വരത്തുള്ളൂ 30-ൽ നിന്ന്, ബാക്കി പോയിട്ട് 29 എണ്ണത്തിൻ്റെ മാർക്ക് കളഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു മാർക്കിന് വേണ്ടി ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് പാടാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പാർട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പാടാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. എന്നും പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത്. പാടാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ അത് ആ ഒരു ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. സ്കിപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അടുത്ത ഭാഗങ്ങൾ പഠിക്കുക. ഏത് വിഷയത്തിനാണെങ്കിലും നമുക്ക് ചില ഭാഗങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് പാടാം. അങ്ങനെയുള്ള ഭാഗങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യണം, അത് സ്കിപ്പ് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനൊക്കെ വരുമ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് ഏകദേശമൊക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം അങ്ങനെ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം നിന്ന് പഠിക്കുക. ബാക്കിയുള്ളത് നമുക്ക് സ്കോർ ചെയ്ത് മാക്സിമം എത്താൻ പറ്റും കേട്ടോ. നമ്മുടെ അച്ചീവ്മെൻറ്റ് തന്നെ 30 മാർക്ക് 25 മാർക്ക് മതി. 5 ക്വസ്റ്റ്യൻ നമുക്ക് തെറ്റിച്ചാലും ഇഷ്യൂ ഇല്ല. അപ്പോൾ ആ രീതിയിലേക്ക് നിങ്ങൾ പഠിക്കുവാനായിട്ട് നോക്കുക. ഈ തിയറി വർക്കിംഗ് ആണ്, 100% ഉറപ്പാണ്. ഇത് വെച്ച് പാസ്സായ ഒരുപാട് കുട്ടികളെ എനിക്കറിയാം കേട്ടോ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ, മുൻകാല വർഷങ്ങളിലൊക്കെ ഒരുപാട് കുട്ടികൾ ഈ ഒരു തിയറി വെച്ചുകൊണ്ട് പാസ്സായിട്ടുണ്ട്. അതുകൊണ്ട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നതാണ്, ഈ തിയറി വർക്കാണ് കേട്ടോ. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 വിഷയം എടുക്കുക, അതിൽ നിന്ന് 25 മാർക്കിന് മേളിൽ വാങ്ങിക്കാൻ നോക്കുക. മിനിമം 25 കേട്ടോ. ബാക്കിയുള്ള 2 വിഷയം ചുമ്മാ കറപ്പിച്ചാലും മതി മക്കളെ, ജയിക്കും, ഉറപ്പായിട്ടും ജയിക്കും കേട്ടോ. അപ്പം ആ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം ഏതാണെന്ന് നിങ്ങൾ ഇന്ന് തന്നെ ചൂസ് ചെയ്യുക. ഇനിയും സൈക്കോളജിയും മാത്സും അതുപോലെ തന്നെ EVSും മലയാളം ഇംഗ്ലീഷും എല്ലാം ഇഷ്ടമുള്ളവർ കാണും. അപ്പോൾ ഏത് പഠിക്കണമെന്ന് സംശയമായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഇഷ്ടമുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സുകൾ പഠിക്കാൻ നോക്കുക. എല്ലാ വിഷയത്തിലും നിങ്ങൾ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള വിഷയത്തിലെ ഇഷ്ടമുള്ള ടോപ്പിക്സുകൾ കവർ ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഓടിച്ച് വിട്ട് നോക്കാനല്ല, തറവാക്കി പോകണം. അല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ വിഷയങ്ങളും നമ്മൾ കൈകാര്യം ചെയ്യുകയെന്ന് വിചാരിക്കുക. നമ്മുടെ മനുഷ്യ ബുദ്ധിക്ക് ഒരു കുഴപ്പമുണ്ട്, എല്ലാ വിഷയങ്ങളും ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ ആരെക്കൊണ്ടും പറ്റത്തില്ല. ചില കാര്യങ്ങളൊക്കെ മറന്നു പോകും കേട്ടോ. അപ്പോൾ മറന്നു പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ തറവായിട്ട് അത് ഉറപ്പ് വരുത്തിയതിന് ശേഷം അടുത്ത ടോപ്പിക്കിലേക്ക് നിങ്ങൾ നീക്കമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇന്ന് തൊട്ട് ശ്രദ്ധിച്ചു തുടങ്ങണം. എന്തിനാന്ന് ചോദിച്ചാൽ പരീക്ഷയ്ക്ക് ഇനി ആകെ 60 ദിവസം കേട്ടോ. കലണ്ടർ എടുത്ത് വെട്ടി തുടങ്ങിക്കോ. 60 ദിവസമേ ഉള്ളൂ. ആ 60 ദിവസത്തിൽ നമ്മൾ എങ്ങനെ പരീക്ഷയ്ക്ക് തയ്യാറാവണം, എങ്ങനെ നേടണം എന്നൊരു വാശി നമ്മുടെ മനസ്സിൽ കാണണം. ഇപ്പോൾ സർവീസിലിരിക്കുന്ന ടീച്ചർമാർക്കാണെങ്കിൽ ഇനി ഒരു ചാൻസ് കൂടിയേ കിട്ടത്തുള്ളൂ കേട്ടോ. മാക്സിമം പോയ 2 ചാൻസ് എന്നും പറഞ്ഞുകൊണ്ട് 3 ചാൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കരുത്. കാരണം ടെൻഷൻ കൂടും. എന്ന് പറഞ്ഞാൽ ഇനിയും വരാൻ പോകുന്ന പരീക്ഷകളിൽ ക്വസ്റ്റ്യൻ പേപ്പർ ടഫായെന്നിരിക്കും. അല്ലെങ്കിൽ ഈസി ആണെന്നുള്ള കുഴപ്പം എന്താണ്, ഇത്ര നാളും പരീക്ഷ എഴുതിയിട്ടുണ്ട് കേസ് കൊടുക്കും. ഞങ്ങൾക്ക് ഇത്ര നാളും പാടായിരുന്നല്ലോ ഇട്ടത്, ഇപ്രാവശ്യം എന്താണ് എളുപ്പമാക്കി വെച്ചാൽ പ്രശ്നം വരും. അപ്പോൾ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാം, പരീക്ഷ വേണേൽ റദ്ദാക്കേണ്ട അവസ്ഥ വരാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പം എന്ത് ചെയ്യണം, നമ്മുടെ മാക്സിമം ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ പഠിച്ചു തുടങ്ങുക. സർവീസിൽ ഇരിക്കുന്നവർക്കാണെങ്കിൽ ഇനിയും കൂടിപ്പോയാൽ 2 ചാൻസ് കൂടി
കിട്ടിയതിന് കൂടിപ്പോയാൽ ചിലപ്പോൾ ഒരു ചാൻസിൽ അത് അവസാനിക്കും കേട്ടോ. കാരണം വർഷത്തിൽ 3 തവണ നടന്നുകൊണ്ടിരുന്ന പരീക്ഷ ഇപ്പോൾ 2 തവണയേ ഉള്ളൂ. അതും നമ്മുടെ ഓർമ്മയിൽ കാണണം. ഇപ്പോൾ 2027 സെപ്റ്റംബറിന് മുമ്പാണ് ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരു ചാൻസ് കൂടി കിട്ടിയാൽ നല്ലത്, 2 ചാൻസ് കിട്ടിയാൽ കൂടുതൽ നല്ലത്. എന്നും പറഞ്ഞാൽ അതിലേക്ക് നോക്കിയിരിക്കരുത്. നമ്മൾ 10ാം ക്ലാസ്സിലെ പരീക്ഷയോ +2ലെ പരീക്ഷയോ നമ്മളിങ്ങനെ അഭിമുഖീകരിക്കുമോ? ഇല്ല. കാരണം തോറ്റുപോയ നാണക്കേടാണ്. ശരിയല്ലേ? നാണക്കേട് തന്നെയല്ല, വീണ്ടും എഴുതണം, 1 വർഷം പോകും എന്നൊരു ചിന്താഗതി നമ്മുടെ മനസ്സിലുള്ളത്. നമ്മൾ എങ്ങനെയെങ്കിലും പഠിച്ച് പാസ്സാകാൻ നോക്കും. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഏത് വഴി വേണേൽ പ്രയോഗിച്ചോ പാസ്സായിരിക്കണം കേട്ടോ. എന്ന് പറഞ്ഞ് കോപ്പി അടിച്ച് ജയിക്കണമെന്നല്ല. കോപ്പി അടിക്കാനായിട്ട് നമുക്ക് എന്നെ എഴുതിക്കൊണ്ട് പോകാനായിട്ടാണ് കോപ്പി അടിക്കാനായിട്ട്. ശരിയല്ല? അതൊരു വലിയ പ്രശ്നമാണ്. സോ കഷ്ടപ്പെടുക അത് മാത്രമേ നടക്കത്തുള്ളൂ. ഇനിയും ഒരു ദിവസം ഒരു 4 മണിക്കൂറെങ്കിലും പഠിക്കുവാനായിട്ട് എടുക്കണം കേട്ടോ. പഠിക്കുവാനായിട്ട് എടുക്കണം. റെക്കോർഡ് ക്ലാസ്സിൻ്റെ എണ്ണം കൂടും, ലൈവ് ക്ലാസ്സിൻ്റെ ദീർഘസമയം കൂടും. ഇതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. കൂട്ടത്തിൽ പഠിക്കുകയും ചെയ്യേണ്ടി വരും. മനസ്സിലായോ? നമ്മളെ സംബന്ധിച്ച് നമ്മൾ ക്ലാസ് ടീച്ചർമാരായിട്ട് പഠിപ്പിച്ച് പോയാൽ മതി. പഠിക്കേണ്ടത് പിള്ളേരാണ് എന്ന് പറഞ്ഞ പോലെയാണ്. എനിക്കും ടീച്ചറിനെ ഇവിടെ നിന്ന് പഠിപ്പിച്ചാൽ മതി, പഠിക്കേണ്ടത് നിങ്ങളാണ്. സോ എന്ത് ചെയ്യണം? പഠിക്കാനുള്ള സമയം കൂടി കണ്ടെത്തണം കേട്ടോ. പഠിപ്പിക്കുന്ന സമയത്ത് കയറുകയും ചെയ്യണം, പഠിക്കാനുള്ള സമയം കൂടി കണ്ടെത്തണം. അത് രാത്രിയാണോ, വെളുപ്പിനെയാണോ, ഉച്ചയ്ക്കാണോ, പകലാണോ, എപ്പോഴാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് സമയം സെറ്റ് ചെയ്യണം. കുറേയൊക്കെ എൻ്റർടൈൻമെൻറ്റ് ഒഴിവാക്കണം. കുറേയൊക്കെ പേഴ്സണൽ ടൈം പഠിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. ഇങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ ഇത് കയ്യിലിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് സാധനം പഠിക്കാനുണ്ട്. 1, 2 ഒന്നുമല്ല, ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. ഇതൊന്നും തീരത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് പഠിച്ചേ ഇത് തീരത്തുള്ളൂ കേട്ടോ. പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്തെങ്കിൽ ഇത് ഓർത്ത് ഇരിക്കത്തുള്ളൂ. സോ ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്, ഒരുപാട് സമയം ഇതിന് വേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പം തീരുമാനിക്കും ഏതൊക്കെ വിഷയങ്ങൾ ഫോക്കസ് ചെയ്യും, അതുപോലെ തന്നെ എത്ര മണിക്കൂർ പഠിക്കും എന്നൊക്കെ ഇന്ന് തന്നെ ഒരു തീരുമാനത്തിലെത്തുക. എന്നിട്ട് നാളെ മുതൽ പഠിക്കുവാനായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പം അങ്ങനെ പഠിച്ചാൽ ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. പിന്നെ പ്രാർത്ഥിക്കുക. നമുക്കും മറ്റുള്ളവർക്ക് വേണ്ടും നന്നായിട്ട് പ്രാർത്ഥിക്കുക, പരസ്പരം സഹായിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചോ. എൻ്റെ നമ്പറും ഗ്രൂപ്പിലുണ്ട്, ടീച്ചർ നമ്പറിലും ഉണ്ട്. 6 പേര് വേണേലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഞങ്ങൾ 2 പേരിൽ 6 നിങ്ങൾക്ക് റിപ്ലൈ തരും. അറിയത്തില്ല, നമ്മൾ എവിടെ നിന്നെങ്കിലും കണ്ടുപിടിച്ചുകൊണ്ട് വരും കേട്ടോ. അവർ നിങ്ങൾ പേടിക്കേണ്ട. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം കേട്ടോ. എന്തിനെ പറ്റിയെങ്കിലും ഡൗട്ട്, പഠിക്കുന്ന സന്ദർഭമായിട്ടോ അല്ലെങ്കിൽ പരീക്ഷയെ ബന്ധപ്പെട്ടോ ആപ്ലിക്കേഷനോട് ബന്ധപ്പെട്ടോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിച്ചോ മെസ്സേജ് അയച്ചോ എന്ത് വേണേൽ ചോദിക്കാം. ഇൻ കേസ് നമ്മൾ വിളിച്ചെടുത്തില്ലെങ്കിൽ തിരിച്ച് വിളിക്കും കേട്ടോ. അവർക്ക് ടെൻഷൻ അടിക്കേണ്ട, തിരക്ക് കാരണമായിരിക്കും. ഇപ്പോൾ സ്കൂൾ അടയ്ക്കുന്ന തിരക്കും ക്രിസ്മസ് സെലിബ്രേഷനും ഒക്കെ ആയതുകൊണ്ട് ഇച്ചിരി തിരക്കായതുകൊണ്ടാണ്. തിരിച്ച് വിളിച്ച് റിപ്ലൈ തരും കേട്ടോ, അത് പേടിക്കേണ്ട. അപ്പോൾ ആ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ടുണ്ടോ? എന്തോ? കഴിഞ്ഞ വട്ടം മനസ്സിലായില്ല എനിക്ക്. അത് വേണം, എഴുതണം. ഇപ്പം നിങ്ങൾ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾ കാറ്റഗറി 1ഉം 2ഉം കൂടി എഴുതാനേ ഞാൻ പറയത്തുള്ളൂ. കാരണം 2ലേതെങ്കിലും ഒരു പരീക്ഷ എളുപ്പമായിരിക്കും. മനസ്സിലായോ? ഇപ്പോൾ കാറ്റഗറി 1ഉം 2ഉം ഡിഗ്രി കയ്യിലുണ്ടെങ്കിൽ കാറ്റഗറി 1ഉം 2ഉം നിർബന്ധമായിട്ടും എഴുതണം. ചിലർ 2 മാത്രം എഴുതും, ചിലർ 1 മാത്രം എഴുതും. പക്ഷേ നിങ്ങളൊരു ചാൻസാണ് കളയുന്നത്, അത് ഓർക്കണം. അപ്പോൾ 2 ചാൻസ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 2 എന്ന് പറഞ്ഞൊരു ചാൻസ് നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ ഒരു സബ്ജക്റ്റ്, എനിക്കിപ്പോൾ ഡിഗ്രി ഉണ്ടെന്ന് വിചാരിക്കുക. ഡിഗ്രി ഉള്ള ഞാൻ വിചാരിക്കുന്നത് എന്താണ്, എനിക്ക് കാറ്റഗറി 2 മതി UP പഠിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത്. ഞാനപ്പോൾ 1 എഴുതാതെ എന്ത് ചെയ്യുന്നു, ഡിഗ്രി ഉള്ളതുകൊണ്ട് 2ന് അപ്ലൈ ചെയ്യുന്നു, 2 മാത്രം അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കണം, വർഷത്തിൽ 2 തവണ ഈ പരീക്ഷ വരത്തുള്ളൂ. അങ്ങനെ അപ്ലൈ ചെയ്യേണ്ടുള്ള കുഴപ്പം നിങ്ങളൊരു ചാൻസ് അവിടെ നഷ്ടപ്പെടുത്തുക കാറ്റഗറി 1 എഴുതാനായിട്ട്. 2 കിട്ടിയില്ലെങ്കിൽ എന്നെ എടുക്കും, പണിപാളിയില്ലേ. ഇനി 1 ആണ് കിട്ടുന്നതെങ്കിലോ, LP ഇല്ലെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കയറി കഴിഞ്ഞിട്ട് 2 നമുക്ക് എങ്ങനെയെങ്കിലും എഴുതിയെടുക്കാം. കണ്ടോ? ആ ഒരു ഇതിലേക്ക് നമുക്ക് വരും. മനസ്സിലായതുകൊണ്ടാണ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ 2 അപ്ലൈ ചെയ്യുക. ഒരു കാറ്റഗറിക്ക് 500 രൂപ അടുത്താണ് ജനറൽ കാറ്റഗറിക്ക് ഫീസ് വരുന്നത്. SC ST OBC ആണെങ്കിൽ അത് 250 രൂപയിലേക്ക് കുറയും കേട്ടോ. പിന്നെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഉള്ളവർക്ക് 75 മാർക്ക് മതി, അവർക്ക് 250 രൂപയേ ഉള്ളൂ. SC ST OBCക്കാർക്കാണെങ്കിൽ 82 മാർക്ക് മതി പരീക്ഷയ്ക്ക് ജയിക്കുവാൻ. ജനറൽ കാറ്റഗറി ആണെങ്കിൽ 90 മാർക്ക് വേണം പരീക്ഷയ്ക്ക് ജയിക്കാൻ കേട്ടോ. ആ കാര്യം കൂടി ഓർത്തിരിക്കണം. നിങ്ങൾ SC ST OBC കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ജയിക്കുവാൻ 150-ൽ 82 മാർക്ക് മതി. നിങ്ങൾ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡുള്ള ഇഷ്യൂ ഉള്ള അല്ലെങ്കിൽ CWS ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് 75 മാർക്ക് മതി പരീക്ഷയ്ക്ക് ജയിക്കാൻ.
നിങ്ങൾക്ക് കോഴ്സ് ഫീ 250 രൂപ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫീ 250 രൂപ വരത്തുള്ളൂ. ജനറൽ കാറ്റഗറി ആണെങ്കിൽ 150-ൽ 90 മാർക്ക് ജയിക്കാൻ വേണം, അതായത് 60% ജയിക്കാൻ വേണം. കൂടാതെ 500 രൂപയുടെ രജിസ്ട്രേഷൻ ഫീസും ഉണ്ട് കേട്ടോ. പക്ഷേ എല്ലാവരും ഞാൻ പറഞ്ഞിട്ട് 60% വേണ്ടി മാർക്ക് വാങ്ങിക്കണം. ആരെങ്കിലും നിങ്ങളുടെ മാർക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ നീ ഇതുകൊണ്ടല്ലടാ പാസ്സായെന്ന് ചോദിക്കേണ്ട അവസ്ഥ വരണ്ട. അന്തസ്സായിട്ട് പറയണം, അല്ലടാ എനിക്ക് 60% മാർക്കോട് ഞാൻ പാസ്സായെന്ന് പറയണം കേട്ടോ. അങ്ങനെ പറയാണ്ട് പഠിക്കണം. അതുപോലെ തന്നെ CTET ആപ്ലിക്കേഷൻ വന്നായിരുന്നു, അതൊക്കെ എഴുതുന്നത് നല്ലതാണ് കേട്ടോ. നമ്മുടെ ഈ പാറ്റേണിലൊക്കെ വരുന്നത് നല്ലതാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയൊക്കെ എക്സാംസ് വരുവാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഗുണം ചെയ്യും കേട്ടോ. അപ്പോൾ അതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡിഗ്രികളൊക്കെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം കയറ്റൽ നിർബന്ധമാക്കിയാൽ ഇനിയിപ്പോൾ NCF 2030 നിലവിൽ വരും, നാഷണൽ കരിക്കുലർ ഫ്രെയിംവർക്ക്. അത് നിലവിൽ വന്നാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഡിഗ്രി കമ്പൽസറി ആക്കും LP UP തലത്തിൽ പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കമ്പൽസറി ആക്കുമ്പോൾ അവർ കാലാവധി പറയും, ഇത്ര വർഷത്തിനുള്ളിൽ ഡിഗ്രി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതും പെടും. അപ്പം ഇല്ലാത്തവരൊക്കെ ഓരോ ഡിഗ്രിക്കൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങിക്കും കേട്ടോ. അത് വാലിഡ് ആയിട്ടുള്ള ഡിഗ്രി വേണം അപ്ലൈ ചെയ്യാൻ, പരീക്ഷാ ഭവൻ അതുപോലെ തന്നെ PSC അപ്രൂവൽ ചെയ്തിരിക്കുന്ന കോളേജിൽ വേണം പോയി ഡിഗ്രി അപ്ലൈ ചെയ്യാൻ. അല്ലാതെ ഈ കണ്ട ഉടായ്പ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി അപ്ലൈ ചെയ്ത് വെറുതെ കാശും കളഞ്ഞ് സമയവും കളഞ്ഞ് വർഷവും കളഞ്ഞ് തിരിച്ചു വരേണ്ട അവസ്ഥ വരരുത്. പകരം അപ്രൂവലുള്ള യൂണിവേഴ്സിറ്റികളിൽ പോയി ഡിസ്റ്റൻ്റ് ആയിട്ടോ റെഗുലറായിട്ടോ ഉള്ള കോഴ്സുകൾ ജോയിൻ ചെയ്ത് പഠിക്കുവാനായിട്ടും തുടങ്ങുക കേട്ടോ. കാരണം ഇനി മുൻപോട്ട് പോകുന്നതോറും ഇത് കൂടുതൽ കർശനമാക്കും. നമ്മളെല്ലാം കണ്ടില്ലേ, എല്ലാവരും പെട്ടിരിക്കുന്ന അവസ്ഥയിൽ. അപ്പം ആ കർശനമാക്കുമ്പോൾ അതിൽ നമ്മൾ വീഴാതിരിക്കണമെങ്കിൽ ഇപ്പോഴേ നമ്മൾ സേഫ് സോണിലെത്തി സുരക്ഷിതമാകാനായിട്ട് നമ്മൾ സ്വയമേ നോക്കുക. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ചോദിച്ചോ. ഓക്കെ, എഴുതുന്നതാണ് നല്ലത്, മനസ്സിലായോ? കാരണം ഇപ്പോൾ 1-ൽ 2 ആണെങ്കിൽ 1 ഉള്ളവർ 1 to 4ഉം 2 ഉള്ളവരെ 5, 6, 7, 8 ആണ് അല്ലേ പറയുന്നത്. 5, 6, 7 പറയുന്നത്. അപ്പോൾ ഈ രണ്ടും കൂടി എഴുതിയാൽ ഡിഗ്രി ഉള്ളതുകൊണ്ട് ഗുണം എന്നു ചോദിച്ചാൽ നമുക്കിനി പ്രൊമോഷൻ ആണെങ്കിലും ഇപ്പോൾ LPയിലാണെങ്കിലും UPയിലോട്ടാണെങ്കിലും വരാം ഡിഗ്രി ഉള്ളതുകൊണ്ട്. മനസ്സിലായോ? സ്ഥിരപ്പെടുത്താൻ ഒരു ചാൻസ് അവിടെ ഉണ്ട്. ഇനി 1 എഴുതി, ഞാനൊരു ചാൻസ് പറയണം, 1 എഴുതി ഇപ്രാവശ്യം ടീച്ചറിന് അത് ലഭിച്ചില്ല എന്ന് ഓർക്കുക. അപ്പോൾ ഒരു ചാൻസ് നഷ്ടപ്പെടുത്തു 2 എഴുതാനുള്ള, ശരിയല്ലേ? പിന്നെയും അടുത്ത തവണ വീണ്ടും കാത്തിരിക്കണം കാറ്റഗറി 1 വീണ്ടും എഴുതാൻ. അപ്പോൾ എഴുതുമ്പോൾ 2നും അപ്ലൈ ചെയ്യുക. നമുക്ക് എലിജിബിലിറ്റി ഉണ്ടല്ലോ, എലിജിബിലിറ്റി ഉള്ളത് നമ്മൾ ഉള്ളതിന് അപ്ലൈ ചെയ്യുക. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ചാൻസ് പോയി കഴിഞ്ഞാൽ പിന്നെ വരാനായിട്ട് ഒരു 6 മാസത്തോളം നമ്മൾ കാത്തിരിക്കണം, ആണ് വരുന്ന പ്രശ്നം. 1 കിട്ടാതെ അല്ല, ഇപ്പം കേറ്റിട്ട് വേണമെന്നാണ് പറയുന്നത്. ഇപ്പം ടീച്ചറിന് 2 ആണെങ്കിൽ പ്രൊമോഷൻ വെക്കാം UPയിലോട്ട്, മനസ്സിലായോ? ആ, അപ്പം അവിടെ UPയുള്ള സ്കൂളുകളുണ്ടല്ലോ ഇല്ലേ? അതിലേക്ക് നമുക്ക് പ്രൊമോഷൻ വെക്കാൻ പറ്റും അങ്ങനെയുള്ളപ്പോൾ. അപ്പം 1 തന്നെ വേണം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എഴുതി കിട്ടുവാണെങ്കിൽ നമുക്കവിടെ ഒരു ചാൻസ് മിസ്സാവാതിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? UPയിലോട്ടാണെങ്കിലും പ്രൊമോഷൻ വേണമെങ്കിൽ അവർ ചോദിക്കും ഡിഗ്രി വിത്ത് കാറ്റഗറി 2 ഉണ്ടെങ്കിൽ പ്രൊമോഷൻ തരാമെന്ന് പറയും. അപ്പോൾ നമുക്ക് എലിജിബിലിറ്റി ഉണ്ട്, അപ്പോൾ നമുക്കത് നേടാം. മനസ്സിലായോ? ആണ് അവിടുത്തെ വ്യത്യാസം. അപ്പോൾ പിന്നെ ഈ ചാൻസ് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ 6 മാസം കാത്തിരിക്കണം, അതാണ് വരുന്ന പ്രശ്നം. കിട്ടിയോ? ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഫോട്ടോയിൽ ഡേറ്റ് വേണോ? സാധാരണ കഴിഞ്ഞ പരീക്ഷകളിൽ ഫോട്ടോയുടെ ഡേറ്റ് ഇല്ലാതെയായിരുന്നു വെച്ചിരുന്നത് കേട്ടോ. അതിൻ്റെ ഇത് കണ്ടോ, തീയതിയും രേഖപ്പെടുത്തേണ്ടതില്ല കണ്ടോ. ഫോട്ടോയിൽ പരീക്ഷാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും രേഖപ്പെടുത്തേണ്ടതില്ല, വെക്കരുത് കേട്ടോ, റിജക്റ്റ് ആയിപ്പോവും. കാരണം കഴിഞ്ഞ ഇതുവരെ അതില്ലായിരുന്നു കേട്ടോ. കണ്ടോ, വ്യക്തമായിട്ട് പറയുന്നുണ്ട് കണ്ടോ. അത് എനിക്ക് തോന്നുന്നു കോവിഡിന് മുമ്പ് വരെ നമ്മൾ താഴെ നമ്മുടെ പേരും അതുപോലെ തന്നെ എടുത്ത തീയതിയും വെച്ചിരുന്നു. കാരണം 6 മാസത്തിന് മുമ്പ് എടുത്ത ഫോട്ടോ വേണമെന്നല്ല കമ്പൽസറി പറഞ്ഞത്. അപ്പോൾ അതറിയാനായിട്ട് വെച്ചിരുന്നതാണ്. പിന്നെ തൊട്ട് ഇവർക്ക് മനസ്സിലായി 6 മാസം മുമ്പുള്ള ഫോട്ടോയൊന്നുമല്ല, എല്ലാം കണക്കാണ്, ക്ലാരിറ്റി കുറയുന്നുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഈ പറഞ്ഞ പോലെ ഫോട്ടോയുടെ പരീക്ഷാർത്ഥിയുടെ പേരും ഫോട്ടോയുടെ തീയതിയും രേഖപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിയമം വന്നത്. അതായത് ഏകദേശം ഒരു 5 പരീക്ഷയ്ക്ക് മുമ്പാണ്, 2021 ഇത് നടക്കുന്നത്, 21-22 കാലയളവിലാണ്. അതിനുശേഷം പിന്നെ ഫോട്ടോ മാത്രം കയറ്റിയാൽ മതി എന്നായി നിയമത്തിൽ കേട്ടോ. ഇപ്പോൾ ഇവിടെ എടുത്ത് പറയുന്നുണ്ട് പേരും ഫോട്ടോ എടുത്ത തീയതിയും രേഖപ്പെടുത്തേണ്ടതില്ല, അതുകൊണ്ട് തന്നെ ആരും രേഖപ്പെടുത്താൻ നിൽക്കരുത്, റിജക്റ്റ് ചെയ്യും കേട്ടോ. ഓക്കെ,
പിന്നെ സെൽഫി ഒന്നും എടുത്ത് വെച്ചേക്കില്ല കേട്ടോ. ചിലരൊക്കെ ഉണ്ട് നമ്മൾ ഫോട്ടോ അയച്ചു തരാൻ പറയുമ്പം കിളിച്ചുകൊണ്ടിരിക്കുന്ന സെൽഫി എടുത്ത് അയച്ചു തരും. ദൈവത്തെ ഓർത്ത് അങ്ങനത്തെ പരിപാടിയൊന്നും കാണിക്കില്ല. ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം. ചിലരൊക്കെ നക്ഷത്രത്തിൻ്റെയൊക്കെ മുന്നിൽ നിൽക്കുന്ന ഫോട്ടോയൊക്കെ എടുത്ത് അയക്കാനുള്ള ചാൻസ് ഉണ്ട്. ക്രിസ്മസ് ഒക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും കാണിക്കില്ല. റിജക്റ്റ് ചെയ്യും, പരീക്ഷ എഴുതാൻ പറ്റാതെ വരും. പിന്നെ പോയിട്ട് റീ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പണിയാണ് കേട്ടോ. അപ്പോൾ സർട്ടിഫിക്കറ്റ് വരാൻ നമ്മുടെ ഹാൾ ടിക്കറ്റ് വരാൻ താമസിക്കും. ഇനിയും വരാതെ വന്നാൽ പരീക്ഷ എഴുതാനുള്ള ചാൻസ് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഫോട്ടോയിൽ KPSC മറ്റ് സീരിയലൊന്നും ഒന്നും പാടില്ല. ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം, വ്യക്തമായിരിക്കണം, സെൽഫി പാടില്ല, പുതിയ ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്യാൻ പരീക്ഷാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം സ്വയമായിട്ട് ചെയ്യുന്നവർ കേട്ടോ. ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് സമർപ്പിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ. അത് വ്യക്തമായിട്ട് തന്നെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ആപ്ലിക്കേഷന് ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഫീസ് അടയ്ക്കുന്ന ഏതാണോ, ഓൺലൈനിലാണോ, ഇതിൻ്റെ ആണോ? ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ മുമ്പേ കാണിച്ച പോലെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മളോട് ചോദിക്കും കൺഫേം ചെയ്തോട്ടെ എന്ന് ചോദിക്കും. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫീസ് 500 രൂപ, അല്ലെങ്കിൽ നമ്മൾ 2 കാറ്റഗറിയാണ് 1000 രൂപ എന്ന് എഴുതി വരും. അത് നമുക്ക് ക്രെഡിറ്റ് കാർഡ് വെച്ചോ ഡെബിറ്റ് കാർഡ് വെച്ചോ, ഡെബിറ്റ് കാർഡ് ആയിരിക്കും മിക്കപ്പോഴും എടുക്കുന്നത്, ക്രെഡിറ്റ് കാർഡ് അങ്ങനെ എടുത്ത് കണ്ടിട്ടില്ല. ഡെബിറ്റ് കാർഡ് വെച്ച് നമുക്ക് നമ്മുടെ പുറകിലുള്ള കാർഡിലെ നമ്പറും CCVയും വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൈസ നമുക്ക് അടയ്ക്കാൻ പറ്റും കേട്ടോ. അതും വലിയ ഇഷ്യൂ ഇല്ലാത്ത കാര്യം. അല്ലെങ്കിൽ ഗൂഗിൾ പേ പോലെയുള്ള BIM പോലെയുള്ള ആപ്പുണ്ട്, പക്ഷെ ചിലപ്പോൾ അതിൻ്റെ QR കോഡ് ജനറേറ്റ് ചെയ്ത് വരാൻ പാടാണ്. ബെറ്റർ നിങ്ങൾ ചെയ്യുമ്പോൾ ATM കാർഡ് വെച്ചുകൊണ്ട് അതിൻ്റെ CCV പ്ലസ് നമ്മുടെ കാർഡ് നമ്പർ 12 ഡിജിറ്റ് ഉണ്ട്, അത് വെച്ചുകൊണ്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കൂടുതൽ സേഫ്. OTP എന്നുള്ള പരിപാടി ആയിരിക്കും കൂടുതൽ നല്ലത്. മറ്റേത് ചിലപ്പോൾ ലാഗ് വന്നാൽ ഇവിടെ പ്രത്യേകം അതും പറയുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രശ്നം, ഇവിടെ 500 നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്രെഡിറ്റ് ആയി, പക്ഷേ അവർക്ക് ചെന്നില്ല, നമുക്ക് ചെന്നില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ പരീക്ഷാഭവനെ നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള അനുവാദമില്ല. നമ്മൾ ഏത് ബാങ്കിലാണ് ആ ബാങ്കിലാണ് അതിനെപ്പറ്റി കോൺടാക്ട് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് ഇതും പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കണ്ടോ, ഫീസ് സംബന്ധിച്ചുള്ള കാര്യാദികൾ അവരുടെ മാതൃവാദവുമായി ബന്ധപ്പെട്ട് പരിഹരിക്കാവുന്നതാണ്. അല്ലാതെ ഇവരെ വിളിച്ച് ശല്യപ്പെടുത്തരുതെന്ന് ഇവരെടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പൈസ പോയി കഴിഞ്ഞാൽ ഇവരെ വിളിച്ചിട്ട് പരീക്ഷാഭവന് മെയിൽ അയച്ചിട്ടൊന്നും കാര്യമില്ല, പരീക്ഷാഭവൻ പൈസ തിരിച്ചു തരത്തില്ല. നമ്മൾ ഏത് ബാങ്കിൽ നിന്നാണോ പൈസ ഡെബിറ്റ് ചെയ്ത് ആ ഡെബിറ്റ് അക്കൗണ്ടായിട്ടുള്ള ആ ബാങ്കിൽ വിളിച്ചാണ് കോൺടാക്ട് ചെയ്യേണ്ടത് കേട്ടോ. മോർണിംഗ് ലൈവ് ക്ലാസ് തുടങ്ങും കേട്ടോ. ക്രിസ്മസിന് ശേഷം മോർണിംഗ് ലൈവ് ക്ലാസ് നമ്മൾ പ്ലാൻ ചെയ്യും. പക്ഷേ അതിൻ്റെ സമയം നിങ്ങൾ മേ ബി 5 to 6 ഒക്കെ ആയിരിക്കും സമയം വരുന്നത്. സ്കൂളിൽ പോകേണ്ടവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമയത്തേക്ക് മോർണിംഗ് ലൈവ് ക്ലാസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്യൂ ഉണ്ടോ മോർണിംഗ് വെക്കുന്നതിന്? ഉണ്ടോ ഇഷ്യൂ ഉണ്ടോ? ആരും മിണ്ടുന്നില്ലല്ലോ. ഇല്ല, ഓക്കെ. അങ്ങനെ നമുക്ക് മോർണിംഗ് വെക്കാം ലൈവ് ക്ലാസ് കേട്ടോ. ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. മാക്സിമം നമുക്ക് ഔട്ട് എടുത്തിട്ട് നോക്കാം കേട്ടോ. അല്ല റെക്കോർഡ് ക്ലാസ് ആയിട്ട് തരാം കേട്ടോ. എടുത്തിട്ട് റെക്കോർഡാണെങ്കിലും അയച്ചു തരാം കേട്ടോ. അതിനൊന്നും ഇഷ്യൂ ഇല്ല. എങ്ങനെയാണെങ്കിലും പഠിക്കുക കേട്ടോ. പഠിക്കുക. അതാണ് നിങ്ങളുടെ മെയിൻ കാര്യം. പിന്നെ ആപ്ലിക്കേഷനൊക്കെ അയക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് വിളിച്ചതിന് ശേഷം മാത്രം ചോദിക്കുക. അല്ലെങ്കിൽ ഡേറ്റകൾ തന്നാൽ ഇതുപോലെ ഇരുത്തി നമ്മൾ ചെയ്തു തരാം കേട്ടോ. ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്ത് വേണമെങ്കിൽ നമ്മളെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടുണ്ട്. നിങ്ങൾ പഠിച്ച് ചെയ്യേണ്ട കാര്യം പ്രത്യേകം നോക്കുക. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?